പിതാവിന് പകരം രാജാവാകാമായിരുന്നു എനിക്ക്. എന്നാൽ ആ പദവി ദൈവം എൻ്റെ അളിയനാണ് കൊടുത്തത്. എനിക്കതിൽ പരിഭവവുമില്ല. എങ്കിൽ ഞാനാര്? യോനാഥാൻ. 1 ശമൂവേൽ 18-ാം അധ്യായം 27-ാം വാക്യം, 19-ാം അധ്യായം 2-ാം വാക്യം. 4 അക്ഷരമുള്ള ഞാൻ ആദ്യകാലങ്ങളിൽ രക്തസാക്ഷിയായ ഒരുവൻ്റെ സഹോദരനാണ്. എൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ പേരും ഒളിഞ്ഞിരിപ്പുണ്ട്. എങ്കിൽ ഞാനാര്? യോഹന്നാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 2-ാം വാക്യം. ഗൂഗിളിൽ അന്വേഷിച്ചാൽ എന്നെ കിട്ടില്ല. ബൈബിളിൽ ആകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാകുന്ന ഞാൻ ആര്? ഹൽബാന. പുറപ്പാട് 30-ാം അധ്യായം 34-ാം വാക്യം. മരണത്തെ മുഖാമുഖം കണ്ടവൻ ഞാൻ. എന്നെ എൻ്റെ ആൻറ്റി 6 വർഷം യഹോവയുടെ മന്ദിരത്തിൽ ഒളിപ്പിച്ചു. എൻ്റെ മുത്തശ്ശി കാരണമാണ് ഞാൻ മരണത്തെ അഭിമുഖീകരിച്ചത്. എങ്കിൽ ഞാനാര്? യോവാശ്. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിലനിൽക്കില്ല. ഞാൻ ചിലതിനെപ്പോലെ വിശാലമായി വായ് തുറക്കും. എന്നെക്കുറിച്ച് ഒരു സദൃശ്യവും പരിഹാസവുമുണ്ട്. എങ്കിൽ ഞാനാര്? അഹമതിയുള്ള പുരുഷൻ. ഹബക്കൂക്ക് 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഒരു രാജാവായിരുന്ന ഞാൻ നഗ്നനായി പ്രവചിച്ചു കൊണ്ട് നടന്നു. എങ്കിൽ ഞാനാര്? ശൗൽ. 1 ശമൂവേൽ 19-ാം അധ്യായം 24-ാം വാക്യം. ഞാനൊരു അഗ്നിയാണ്. ബൈബിളിൽ ഒറ്റ പ്രാവശ്യമേ ഞാൻ എന്ന അഗ്നിയുടെ പേരുള്ളൂ. ഒരു കൂട്ടരുടെ 4 കാലുകളിൽ ഒരു വിഭാഗത്തെ നശിപ്പിച്ചത് ഞാനാണ്. എങ്കിൽ ഞാനാർ? ഇടിത്തീ. സങ്കീർത്തനം 78-ാം അധ്യായം 48-ാം വാക്യം. 3 അക്ഷരമുള്ള എൻ്റെ പേർ ഒരു നീർച്ചാലിനും മനുഷ്യനുമുണ്ട്. ഒരു കൂട്ടർക്ക് ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ പേരിലുള്ള നീർച്ചാൽ കടപ്പാൻ 38 വർഷം വേണ്ടി വന്നു. എങ്കിൽ ഞാനാർ? സേരത്ത്. ഉൽപ്പത്തി 46-ാം അധ്യായം 14-ാം വാക്യം, ആവർത്തനം 2-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എൻ്റെ പേരിൽ ഒരു രത്നവുമുണ്ട്. എനിക്കൊരുവൻ ഒരു കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ ഞാനാര്? സൂര്യൻ. സഭാപ്രസംഗി 1-ാം അധ്യായം 5-ാം വാക്യം, വെളിപ്പാട് 21-ാം അധ്യായം 19-ാം വാക്യം, സങ്കീർത്തനം 19-ാം അധ്യായം 4-ാം വാക്യം. 2 അക്ഷരമുള്ള ഞാൻ ഒരു രാജ്യത്തിൻ്റെ പേരാണ്. ഇടിമിന്നലിനോടുള്ള ബന്ധത്തിൽ എന്നെക്കുറിച്ച് പറയാറുണ്ട്. എങ്കിൽ ഞാനാർ? ഇരമ്യാവ് 51-ാം അധ്യായം 27-ാം വാക്യം.